ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പം അത്തരം കാര്യങ്ങളെ പറ്റിയാണ്. ഇന്നത്തെ ഒരു എനർജിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ കുറച്ച് കാർഡ് എടുക്കുന്നുണ്ട്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്. പോസിറ്റീവ് എടുക്കുക, നെഗറ്റീവ് ഒട്ടും എടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിലൊരു പ്ലാൻ സെലക്ട് ചെയ്ത് പണം അടയ്ക്കുകയാണെങ്കിൽ 24 hours തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഓൺ കോളിൽ കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. നിങ്ങളുടെ ചോദ്യത്തിന് നമുക്ക് ഗൈഡൻസിൽ എന്താണ് കിട്ടുന്നത് അതാണ് പറയുന്നത്. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അതനുസരിച്ച് ഒരു തീരുമാനം എടുത്ത് പോകാനാണ്. അല്ലാതെ ടാരറ്റിനെ കണ്ട് അവിടെ തന്നെ ഇരിക്കാനല്ല നമ്മൾ ടാരറ്റിൻ്റെ ഗൈഡൻസിനെ സ്വീകരിക്കേണ്ടത് എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഓക്കെ, തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നല്ലപോലെ ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മളൊരു 13 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിൽ കാണിക്കുന്ന നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. 4, 2, 15, 2 റിപ്പീറ്റ് ആവുന്നുണ്ട്. 3, 10, 7, 5, 18 അങ്ങനെ അത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. സോഡിയാക് സൈൻ ആണെങ്കിൽ ഏരീസ്, കാപ്രിക്കോൺ റിപ്പീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പൈസസ് വരുന്നുണ്ട്, സ്കോർപിയോ വരുന്നുണ്ട്, ലിബ്ര. പൈസസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ടോറസ്, ജെമിനി, ഏരീസ്, ടോറസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സോഡിയാക് സൈനുകളും വരുന്നുണ്ട്. ഈ പറഞ്ഞ നമ്പേഴ്സ്, ഈ സോഡിയാക് സൈനൊക്കെ നിങ്ങളുടെ ആണോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു അസൂയ, പൊസസീവ്നെസ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കാം. ഒരു അധികാരവും ആധിപത്യമൊക്കെ സ്ഥാപിക്കൽ, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു ദിവസം. ഓക്കെ, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ ആയിരിക്കാം, എങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പണം ചിലവാക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മറ്റുള്ള ഒരാളോടുള്ള ഒരു അസൂയാവാം, പോസസീവ്നെസ് ആവാം, അങ്ങനെ എന്തും ആവാം. അത്തരം കാരണങ്ങൾ കൊണ്ട്, ഇമോഷനുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി എന്താണോ അതിനങ്ങ് കളയുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. വീണ്ടും ഒരു പഴയ നിങ്ങളാവാൻ തന്നെ ശ്രമിക്കുക. ആ പഴയ നിങ്ങളുടെ ഒരു ഇതിലോട്ട് വരാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അത്തരമൊരു ഇതാണ്. ആൽക്കഹോളിസം, അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡ്രഗ്, അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ദിവസങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. എന്ന് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ പരിമിതമായിട്ടുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം വീക്ഷണങ്ങളെ എല്ലാത്തിനെയും മാറ്റുക. ഒരു ഹാപ്പി ഫാമിലി തന്നെയാണെന്ന് പറയുന്നത്. ഒരു ഡിവൈൻ ലവ്, ഒരു ഹാർമണി, ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, എല്ലാ തരത്തിലും ഒരു ലവും സപ്പോർട്ടും, അതേപോലെ തന്നെ ഒരു ട്രൂ ഫാമിലി. നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്ന ഒരു രീതിയിൽ ഒരു അലൈൻമെൻറ്റിൽ റിലേഷൻഷിപ്പുകളിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രണയം, റിലേഷൻഷിപ്പ്, അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിലൊരു അലൈൻമെൻറ്റ് വരുന്നതായിട്ട്,
അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വാല്യൂസിനെ പരസ്പരം വിലമതിക്കുന്നതായിട്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ചോയ്സിലേക്ക് എത്താൻ പറ്റുന്നത് ഒരു എന്താണ് ആ പർപ്പസ് എന്ന് ഒരു പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരു ഫാൻറ്റസിയിലായിരിക്കും, ഒരു ഇലൂഷനായിരിക്കാം, അല്ലെങ്കിൽ വഴി തിരിച്ചു വിടുന്ന ഒരു അവസ്ഥ, ഒരു കൺഫ്യൂഷൻ സ്റ്റേജൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇന്ന്. ആ റിലേഷൻഷിപ്പിനെ പറ്റി വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, എന്താ വേണ്ടത് എന്നറിയാത്തൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം. ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഇമ്മച്വേർഡ് ആയിരിക്കാനുള്ള ഒരു സാധ്യത, ഒരുപാട് ഇൻസെക്യൂരിറ്റി, സ്നേഹം, ഈ പ്രണയം, അതേപോലെ വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം, സ്നേഹം റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. പുതിയ ഐഡിയാസ് തോന്നുന്നുണ്ടാകാം, ഒരുപാട് ക്രിയേറ്റീവ് ബ്ലോക്ക് നിങ്ങൾക്കുണ്ടാകാം. ഇപ്പം നിങ്ങൾ ഈ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാഹചര്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ബ്ലോക്ക്, നിങ്ങൾക്കൊരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിലെന്താ പറയുക, ഒരു റൊമാൻറ്റിക് ആവുന്നുണ്ട്, അത്തരം സാധ്യതകളെ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. ബ്യൂട്ടി മാക്സിമം എന്താ പറയുക, ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രപ്പോസൽ, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ, അത്തരം സാധ്യതകൾ പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ആർക്ക് വേണ്ടിയാണ് വേദനിക്കുന്ന ആ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് പാലിക്കുക എന്നാണ് പറയുന്നത്. ഒരു അച്ചടക്കത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. അത് ജോബിലാണെങ്കിലും റിലേഷനിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു രാജാവിൻ്റെ എനർജിയോടുകൂടി തന്നെ സത്യസന്ധമായിരിക്കുക. എവിടെയാണെങ്കിലും വർക്ക് പ്ലേസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ, ഒരു അതോറിറ്റിയോട് കൂടി, ഒരു അധികാരത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ നോക്കുക. പിന്നെ ഇതേപോലെ തന്നെ പണസംബന്ധമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ കാര്യങ്ങൾ വരാനുള്ളത്, അപ്പോൾ ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ. അത് ചിലപ്പോൾ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഓക്കെ അല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് നഷ്ടം വരുന്നത്. ഓക്കെ, അതിലൊരുപാട് നമ്മളിപ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാത്തിനെയും എടുത്ത് വെച്ച് നമ്മുടെ വർക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വർക്കിൽ രണ്ടിലും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് അത് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇത് എല്ലാത്തിനെയും ബാധിക്കും, ഓവറോൾ ബാധിക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ, മൊത്തം ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ദാരിദ്ര്യം, അത്തരം അവസ്ഥകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അത്തരം ഒരു സാധ്യത പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏതൊരു അവസ്ഥയ്ക്കാണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു പ്ലാനിങ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അതിലോട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. ട്രാവൽ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഒരു ഇന്നത്തെ ദിവസത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും അത്തരം യാത്രകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്കൊരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വന്മാരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്ന് ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും നിങ്ങൾക്ക് ആ തീരുമാനത്തിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ഹൈ മോറൽ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൊടുക്കുന്നൊരു വ്യക്തി കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കാനാണ് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തിൽ. ഓക്കെ, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം ഒരു ഡേ. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതിനായിരിക്കാം ചിലപ്പോൾ, പക്ഷെ അത് മറ്റൊരു ഇതിലോട്ട് വരിക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പ്രഷനിലായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ഒരുപാട് ക്രിയേറ്റീവ് ബ്ലോക്ക്, അതിപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലാതെ എന്താണ് നിങ്ങളുടെ ഇതിൽ ഒരുപാട് ഒരു ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു സെൽഫിഷ്, നിങ്ങളുടെ കാര്യത്തിന് മാത്രം കൂടുതൽ ചെയ്യുന്നത്, അത്തരം ഒരു ഇതിനെ പറയുന്നുണ്ട്. ഒട്ടും നിങ്ങൾക്ക് ക്ഷമയില്ലാത്തൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നൊരവസ്ഥ, നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒട്ടും ഒരു കോൺസെൻട്രേഷൻ ഇല്ല. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ആങ്സിറ്റി, ഒന്നുകൊണ്ടും ഒരു ഓക്കെ അല്ലാത്ത ഒരു തല തിരിഞ്ഞൊരവസ്ഥയിലാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഇത് പറയുന്നത്. പിന്നെ ഒരു ഇലൂഷനിലാണ് നിങ്ങൾ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാര്യങ്ങൾ കാണുന്നുണ്ടാകാം, ഒരുപാട് ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഒരു പേടി, ഒരു ആങ്സിറ്റി, അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാര്യങ്ങളെയാണ് ഇന്നത്തെ ഒരു ദിവസം കൂടുതലും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ആ കാർഡിൽ പറയുന്നത് ഒരു പ്രിപ്പറേഷൻ, ഒരു പ്രോഗ്രസ്, അല്ലെങ്കിൽ മുൻകൂട്ടി അതെന്തായിരിക്കുമെന്ന് കാണാനുള്ളൊരു വീക്ഷണകോൺ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അതിൻ്റെ അവസരങ്ങൾ തേടി പോകാൻ നിങ്ങളിന്ന് ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളും കൂടി നോക്കുക. ഓക്കെ, പേഷ്യൻ്റ് ആയിരിക്കുക, എല്ലാത്തിലും ശ്രദ്ധിക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ, ആ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഓക്കെ,
ഇതാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് വന്ന കാർഡിൽ വന്ന ഗൈഡൻസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വർക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.